ഹായ്, നാളത്തെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ലളിത സുഭാഷിനെയും കുടുംബത്തിൻ്റെയും മുമ്പിൽ ക്ഷേത്രത്തിൽ വെച്ച് ആകെ ചമ്മാണ് കേട്ടോ. നല്ലൊരു അടിപൊളി എപ്പിസോഡാണ്, അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണണേ. അങ്ങനെ അവരെല്ലാവരും കൂടി ക്ഷേത്രത്തിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ കൂടെ ഭാസ്കരനില്ല കേട്ടോ. അങ്ങനെ അവർ ക്ഷേത്രത്തിലെത്തുകയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് ഭാസ്കരൻ അവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ അച്ഛൻ ഇവിടെ എത്തിയോ ചോദിക്കുകയാണ് സുഭാഷ്. അപ്പോൾ ഭാസ്കരൻ പറയുകയാണ്, ഞാൻ നേരത്തെ തന്നെ എത്തിയെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ ഭാസ്കരൻ പൂജാരിക്ക് മക്കളേനെ എല്ലാവരും പരിചയപ്പെടുത്തുകയാണ്. മരുമകളേനെയും കൂടെ വന്നവരൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പൂജാരി അവർക്ക് വഴിപാടുകളെ കുറിച്ചെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്, അതൊക്കെ ചെയ്യുകയാണ്. അത് കണ്ടിട്ട് ലളിതയ്ക്ക് ദേഷ്യമാവുന്നുണ്ട്. ലളിത പൂജാരിയുടെ അടുത്ത് വരികയാണ്. അല്ല പൂജാരി, ഇവരൊക്കെ ആരാണ്? പൂജാരിക്ക് ഇവരൊക്കെ അറിയുമോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ പൂജാരിയോട്. ഇതുവരെ ആയിട്ടും ഇവരൊന്നും ഈ ക്ഷേത്രത്തിൽ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണ് കേട്ടോ ലളിത. അങ്ങനെ അത് കേട്ടും കൊണ്ട് മണിയൻ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് മണിയൻ പറയാണ്, ഇത് ഭാസ്കരേട്ടനും കുടുംബമല്ലേ, അതിനിപ്പോൾ എന്താ, അവരുടെയും തറവാട് ക്ഷേത്രമല്ലേ എന്നൊക്കെ പറയാണ്. അപ്പോൾ ലളിത ചോദിക്കുകയാണ്, ഏത് ഭാസ്കരൻ? ഇയാളൊന്നും ഇതുവരെ ഈ ക്ഷേത്രത്തിൽ കണ്ടിട്ടില്ലല്ലോ, ഒരു കാര്യത്തിനും ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ എന്നൊക്കെ പറയാണ്. അപ്പോൾ പൂജാരി പറയാണ്, ഈ ക്ഷേത്രത്തിൽ ചില ചിട്ടകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ സുഭാഷ് പറയാണ്, എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞങ്ങളത് ചെയ്തോളാം എന്നൊക്കെ പറയാണ് കേട്ടോ സുഭാഷ്. അപ്പോൾ അവിടെ കൊടുക്കേണ്ട കുറച്ച് ഫണ്ടിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അത് എത്രയാണെങ്കിലും ഞങ്ങൾ തരാമെന്നൊക്കെ പറയാണ്. ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ തരാമെന്ന് പറയാണ്. അപ്പോൾ മണിയൻ പറയാണ്, വേണ്ട, ഇനിയുള്ള ഇത് തന്നാൽ മതി, ഇനിയുള്ള വർഷങ്ങളിലുള്ളതും ഇപ്പോൾ മുതൽ തന്നാൽ മതി എന്നൊക്കെ പറയാണ്. അപ്പോൾ ലളിത അത് പറഞ്ഞും പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പോൾ മണിയൻ പറയാണ്, അതിന് ലളിത ചേച്ചിയെ തന്നെ ഞാൻ വിളിച്ചിട്ടാണല്ലോ ചേച്ചി പൈസയും കാര്യങ്ങളും തരാറ്, പിന്നെ എന്താ ഇപ്പോൾ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ലളിത ആകെ ചമ്മുന്നുണ്ട് അവരുടെ മുമ്പിലൊക്കെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഭാസ്കരനും പറയുന്നുണ്ട് കേട്ടോ, അല്ല, ഇത് നീ കാണുന്നതിന് മുൻപ് തന്നെ കണ്ടതാണ് ഞാൻ ഈ ക്ഷേത്രവും ഈ തറവാടും എല്ലാം. ഇവിടെ ഞാനാണ് ആദ്യം വന്ന് തൊഴുതതും കാര്യങ്ങളും, ഇത് എൻ്റെ ക്ഷേത്രമാണ് എന്നൊക്കെ പറയാണ് കേട്ടോ. അതേപോലെ തന്നെ നിന്നെ കെട്ടിച്ചു വിട്ടതല്ലേ, നീ പിന്നെന്താ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ലളിതയോട് ഭാസ്കരൻ. അപ്പോൾ ലളിത ആകെ ഇല്ലാതെ വേണം, എല്ലാവരും മുമ്പിൽ വെച്ചിട്ടും ഇവരെല്ലാവരും കൂടിയിട്ട് ലളിതനെ ആകെ ഇതാക്കിയില്ലേ. അപ്പോൾ സുനന്ദ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് കേട്ടോ, അമ്മയും മിണ്ടല്ലേ എന്ന്. അതൊന്നും ലളിത കേൾക്കുന്നില്ല. അങ്ങനെ ലളിത പിന്നെ ഓരോന്ന് പറയുകയാണ്. അപ്പോൾ നമ്പൂതിരി പറയുന്നുണ്ട്, ഇതൊരു ക്ഷേത്രമാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ ലളിത മിണ്ടാതിരിക്കുകയാണ്. പിന്നീട് അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു ആൽമരത്തിൻ്റെ ചോട്ടിൽ പോയിരിക്കുകയാണ്, സുഭാഷും സുധീഷും എല്ലാവരും. അപ്പോൾ അങ്ങനെ അവിടെ പോയിട്ട് മണിയനും ഇരിക്കുന്നുണ്ട്. അപ്പോൾ സുഭാഷ് പറയുകയാണ്, എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ, തിരിക്കല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മണിയൻ പറയുകയാണ്, അല്ല പോകല്ലേ, നാളെ ഒരു പരിപാടി ഉണ്ട് ക്ഷേത്രത്തിൽ എന്നൊക്കെ പറയാണ്, നിങ്ങൾ വന്നത് നല്ല സമയത്താണ് എന്നൊക്കെ പറയാണ്. അപ്പോൾ സുഭാഷ് പറയാണ്, അത് കൊള്ളാലോ, എന്നാൽ അതും കൂടി കഴിഞ്ഞ് പോവാന്നുള്ള രീതിയിൽ. അപ്പോൾ സുഭാഷ് പറയാണ്, നാളത്തെ വഴിപാട് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് നിധി നല്ല ഭംഗിയുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് പോവുകയാണ്, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സുഭാഷ് പറയുകയാണ് സുധീഷിനോട്, എടാ നീ കൂടിയും ചെല്ല്, അവൾ ഒറ്റയ്ക്കല്ലേ പോയിട്ടുള്ളതെന്ന് പറയാണ്. അങ്ങനെ നിധിയുടെ പിന്നാലെ സുധീഷും പോവുകയാണ്. അങ്ങനെ നിധിയോട് സുധീഷ് പറയാണ്, നല്ല സ്ഥലമല്ലേ നിധി, നല്ല അറ്റ്മോസ്ഫിയർ അല്ലേ എന്നൊക്കെ പറയാണ്. ഒരു പാടവും അങ്ങനെയുള്ള സ്ഥലമായിരുന്നു കേട്ടോ. അങ്ങനെ നിധിയോട് ഞാൻ ഫോട്ടോസ് എടുത്തു തരാമെന്ന് പറയാണ് സുധീഷ്. അങ്ങനെ ഇന്ന് ഓക്കെ പറഞ്ഞിട്ട് അവർ ഫോട്ടോസും ഒക്കെ എടുക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നീട് അവർ സംസാരിക്കുകയാണ്. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, അല്ല സുധീഷിൻ്റെ അമ്മ വീടും ഇവിടെ തന്നെയാണോ എന്ന് ചോദിക്കുകയാണ്. എന്താ, എൻ്റെ അമ്മ വീടോ ചോദിക്കുകയാണ് സുധീഷ്. അത് എനിക്കറിയില്ല എന്ന് പറയാണ് സുധീഷ് കേട്ടോ. അപ്പോൾ നിധി ചോദിക്കുകയാണ്, സുധീഷിൻ്റെ അച്ഛനും അമ്മയല്ലേ അത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് സുഭാഷിനെ കാണുകയാണ് സുധീഷ്. അപ്പോൾ സുഭാഷ് ഏട്ടാ പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ സുധീഷ്. അങ്ങനെ സുഭാഷ് ചെല്ലുകയാണ്. അപ്പോൾ എന്തടാ ചോദിക്കുകയാണ്. അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, അല്ല നമ്മുടെ അമ്മ വീട് ഇവിടെ തന്നെയാണോ? അപ്പോൾ അത് എനിക്കറിയില്ല എന്ന് പറയാണ് സുധീഷ്. അപ്പോൾ നിധിയോട് പറയുന്നുണ്ട്, ഇപ്പം എങ്ങനെ ഇരിക്കണേ സുഭാഷ് ഏട്ടനും അച്ഛൻ്റെ അമ്മയുടെയും മകനെല്ലാം മനസ്സിലായില്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ നിധി പറയണേ, അല്ല സുഭാഷ് ഏട്ടാ, അച്ഛൻ്റെ തറവാട് വീട് ഇവിടെ അല്ലേ, അപ്പോൾ അമ്മയുടെ വീട് എവിടെ ചോദിച്ചിട്ട് ചോദിച്ചതാണ് എന്ന് പറയുകയാണ്. അങ്ങനെ അവരവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അങ്ങനെ പോയിട്ട് നിധിയും സുധീഷും നടക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് സുധീഷ് ശ്രദ്ധിക്കണം നിധി എന്ന് പറയുകയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കൊണ്ട് പറയുകയാണ് നിധി. അങ്ങനെ നിധി വീഴുകയാണ് അവിടെ. അപ്പോൾ സുധീഷ് പിടിക്കുന്നുണ്ട്, ഇതാ പറഞ്ഞത് എന്ന് പറയുകയാണ് കേട്ടോ സുധീഷ്. അങ്ങനെ അവർ രണ്ടുപേരും കൈയൊക്കെ പിടിച്ച് നടക്കുകയാണ്. അങ്ങനെ നികേഷ് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് സ്ഥലമൊക്കെ എടുത്തിന്ന് ചോദിക്കുകയാണ്. നല്ല അടിപൊളി സ്ഥലമാടാന്നൊക്കെ പറയാണ്. അങ്ങനെ അവരെല്ലാവരും അവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് നാളത്തെ പൂജയെ കുറിച്ചിട്ട് പറയുകയാണ് പൂജാരി അതുപോലെ മണിയനൊക്കെ.
സ്ത്രീകൾ ചെയ്യേണ്ട പൂജയാണെന്നൊക്കെ പറയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ചെയ്തോടെ തിരുമേനി എന്ന് ചോദിക്കുകയാണ് സുഭാഷ്. അപ്പോൾ ഇല്ല, ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, പെണ്ണുങ്ങൾ ചെയ്യണമെന്ന് പറയാണ്. അപ്പോഴേക്ക് ലളിത വരുന്നുണ്ട് കേട്ടോ. ലളിത വന്നിട്ട് പറയാണ്, അപ്പോൾ എനിക്കെൻ്റെ മോളുണ്ട്, നിങ്ങൾക്ക് അവിടെ ആരാ ഉള്ളത്, സ്ത്രീകളാരും ഇല്ലല്ലോ എന്ന് പറയാണ്. അപ്പം മണിയും ചോദിക്കുന്നുണ്ട്, അല്ല ഈ കുട്ടി മരുമകളല്ലേ, അപ്പോൾ ഈ കുട്ടിക്ക് ചെയ്യാലോ എന്ന് പറയാണ് കേട്ടോ. അപ്പം ലളിത ആര് ഇവളോ പറഞ്ഞിട്ട് അവിടെ നിന്ന് ചിരിക്കുകയാണേ. അപ്പം സുനന്ദ പറയുന്നുണ്ട്, അമ്മേ മിണ്ടല്ലേ എന്ന് പറയാണ്. അമ്മയ്ക്ക് എന്താണ്, അമ്മയുടെ അമ്മാവൻ പറഞ്ഞിട്ട് തന്നെയല്ലേ അവരിവിടെ എത്തിയത് എന്നൊക്കെ പറയാണ് കേട്ടോ. എന്നോട് നിധി വിളിച്ചു ചോദിച്ചിരുന്നു അമ്പലം എവിടെ എന്നൊക്കെ, പക്ഷേ എനിക്ക് ക്ഷേത്രത്തിലേക്കുള്ള വഴി അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തില്ല എന്നൊക്കെ സുനന്ദ പറയുകയാണേ. അങ്ങനെ ഇതെല്ലാം കേട്ടിട്ട് നിധി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നിധി പറയാണ്, നാളത്തെ പൂജ ഞാൻ ചെയ്യാമെന്ന് പറയാണ്. അപ്പം ലളിതയുടെ മുഖം ആകെ പോകുന്നുണ്ട് കേട്ടോ. കാരണം നിധി പറയാ